മഴ മാറിയിട്ടും ദുരിതമൊഴിയാതെ കുട്ടനാട് 4 ദിവസം തുടർച്ചയായി പെയ്ത മഴയിൽ പലയിടങ്ങളും വെള്ളത്തിലായി. വെള്ളപ്പൊക്കവും ക്യാമ്പുകളിലെ ജീവിതവുമായി ദുരിത ജീവിതം നയിക്കുകയാണ് കുട്ടനാട്ടുകാർ. കാലവർഷമായാൽ കുട്ടനാട്ടുകാർക്ക് പിന്നെ ദുരിത ജീവിതമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീട്ടിലേക്കും തിരിച്ചുമുള്ള യാത്ര പതിവാണ്. ഈ പതിവ് ഇപ്പോഴും തുടരുകയാണ്. അധ്യയന വർഷം ആരംഭിച്ചാൽ എല്ലാവരെയും പോലെ ഇവിടുത്തെ കുട്ടികളും സ്കൂളിലെത്തും. പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊന്നു മാത്രം. കൈനഗിരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി 60-ലധികം അംഗങ്ങൾ സെന്റ് മേരീസ് LP സ്കൂൾ ക്യാമ്പിലുണ്ട്. 2 മാസത്തോളം കഴിയുമ്പം ജൂലൈ ആഗസ്റ്റ് ആകുമ്പോൾ ഇനി വെള്ളപ്പൊക്കം കിടക്കുക. പിന്നെ ഞങ്ങൾ ക്യാമ്പിലോട്ട് ഓടണം. ഞങ്ങളുടെ പ്രദേശം നിങ്ങളൊന്ന് കണ്ടു നോക്കണം, എന്നാലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പാടശേഖരങ്ങളിൽ മട വീഴുന്നതും കിഴക്കൻ വെള്ളത്തിന്റെ വരവും തോടുകളുടെ ആഴം വർദ്ധിപ്പിക്കാത്തതുമാണ് കാരണം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും വെള്ളക്കെട്ടിനും നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കും പരിഹാരമായിട്ടില്ല. ഇതിനൊരു ശാശ്വത പരിഹാരം അധികാരികൾ കണ്ണു തുറന്നാലേ ഉള്ളൂ, അല്ലാതെ ഇത് കേട്ടിട്ട് കാര്യമില്ല. കണ്ണു തുറന്ന് കാണണം. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ട് തുടർച്ചയായി 4-ാം ദിവസവും കുട്ടനാട് താലൂക്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇനിയും എത്ര ദിവസം തങ്ങേണ്ടി വരുമെന്ന് ഇവർക്കറിയില്ല. ന്യൂസ് മലയാളം, ആലപ്പുഴ.